കണ്ണൊക്കെ ശരിയായി തുടങ്ങുന്നുണ്ട്. പക്ഷെ നല്ലൊരു കറുത്ത പാടുണ്ട് കണ്ണില്. അതിന്റെ കൃഷ്ണമണി ആയിരിക്കും. അല്ല മനുഷ്യ, നിങ്ങൾ എങ്ങോട്ട് രാവിലെ കെട്ടിരുന്നള്ളി പോണേ? മോളെ ഞാൻ നൻപനെ ഒന്ന് കണ്ടിട്ട് വരാം. അണ്ണൻ ഇപ്പൊ ഇവിടുന്ന് പോവാൻ അനുവാദമില്ല. ഇത് നിനക്കുള്ളതാ. അല്ല അവള് പറഞ്ഞാലും കാര്യമുണ്ട്. നിങ്ങൾ എങ്ങോട്ടേ പോകുന്നെന്ന് കുറെ നേരം ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. അവൻ അവിടെ വിഷമിച്ചിരിക്കുക. ഞാൻ അവനെ പോയി ആശ്വസിപ്പിച്ചിട്ട് വരട്ടെ. എന്ത് കാര്യത്തിന്? അവന്റെ ഭാര്യ പണിക്ക് പോയിട്ട് 3-4 ദിവസമായി. അവന്റെ ഭാര്യ പണിക്ക് പോകുന്നില്ലേ, അവന് ഭയങ്കര സങ്കടമല്ല, സന്തോഷമായിരിക്കും. ശരിയാ. അവൻ ആ വിഷമത്തിൽ അവിടെ കാണും വല്ല കടുങ്ങയും ചേരാൻ നമ്മളായിരിക്കും തൂങ്ങുന്നത്. മനസ്സിലായ? നമ്മളല്ല, നിങ്ങളെ തൂങ്ങുന്നത്. നിങ്ങളല്ല എപ്പോഴും എന്റെ നൻപെന്ന് വിളിച്ചോണ്ട് നടന്നിരിക്കുക. എന്റെ നൻപനാ, ഞാൻ പോവും. എന്ത് ഈ ബോട്ട് അല്ല. അല്ലെങ്കിലും നിങ്ങക്ക് ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യില്ലല്ലോ. ഇവിടെ എത്ര ദിവസം മിക്സി കടായിരുന്നു അറിയോ മനുഷ്യ? അയാള് പറഞ്ഞു കൊടുക്ക്. ഇനി മിക്സി അല്ലേ, നമുക്ക് നന്നാക്കാം. അയാളെ കണ്ട് നാട്ടിൽ പോയിരിക്കും. അയാൾ വന്നോട്ടെ, ഞാൻ നന്നാക്കി തരാം. അപ്പൊ ഞാൻ എന്തൊട്ടിച്ചരയ്ക്കും? നമ്മുടെ ഇവിടെ അരകല്ലുണ്ടല്ലോ, അരകല്ല് അരച്ചാ പോരെ. എന്നിട്ട് ഞാൻ ഇരുന്നിങ്ങനെ അരച്ചോണ്ടിരിക്കണം. ഇനി നീ അരക്കണ്ട, അത് ഇവള് വെറുതെ ഇരിക്കല്ലേ, അവരെ കൊണ്ട് അരപ്പിക്കേ. ഞാൻ എന്നാ പതിയെ അങ്ങോട്ടേക്ക്. അവിടെ നിനക്ക് ഈ അരകല്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചേച്ചി അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ടട്ടാ. അരകല്ല് എന്താന്നൊക്കെ എനിക്കറിയാം. ഒന്ന് പറഞ്ഞ അരകല്ല് എന്താന്ന്? മറ്റേ സമാധി കഴിഞ്ഞിട്ട് അതിന്റെ പൊക്കത്തെടുത്ത് വെക്കണ കല്ലല്ലേ? അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വായക്കുള്ളതെന്ന് വല്ലതും കഴിക്കണം, ഞാൻ തന്നെ ഉണ്ടാക്കണം. അതെ അതെ, എന്റെ പൊന്നുമോൾ ഉണ്ടാക്കിയാലേ ശരിയാവത്തുള്ളൂ. അപ്പൊ മിക്സി പോയിട്ട് വേഗം നേരാക്കിട്ട് വന്നോട്ടെ. ഞാൻ നൻപനെ കണ്ടിട്ട് വന്നിട്ട് ഉടനെ ശരിയാക്കി തരാം. മോളെ, നീ ഇങ്ങനെ എന്നെ നാണം കെടുത്തരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അരകല്ല എന്താന്ന് ഞാൻ പഠിപ്പിച്ചതാ. എണീക്ക്, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ കാര്യം. എടാ നൻപാ, നീ വിഷമിക്കാതെ, അവള് പോയാ പോട്ടെ. നീ അതും കണ്ട് ശോകം അടിച്ചിരിക്കല്ലേ. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ നീ? നൻപാ, നിന്നോടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് അങ്ങനെയൊക്കെ പറയടാ. നമ്മളെ ഇടയ്ക്ക് വഴക്കൊക്കെ ആണെങ്കിലും അവളുള്ളപ്പോ ആ വീട്ടിലൊരു അനക്കമൊക്കെ ആയിരുന്നു. അതൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ചെറിയ ചെറിയ കാര്യത്തിന് ഇങ്ങനെ പിണങ്ങി പോവാന്ന് പറഞ്ഞാൽ ഇനി നാളെ ഇതിലും വലിയ കാര്യങ്ങൾ വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അവൾ എന്താ വിചാരിച്ചാലും ആ നാളെയും കാരണം അവ എവിടുന്ന് പടം കണ്ടുപിടിച്ച് ആ കഥയും കൊണ്ടുവന്ന് വെച്ച് മനസ്സാവാച കർമ്മനെ അറിയാത്ത ഞാൻ ചെയ്തെന്ന് അവള് വിചാരിച്ചു. അത് നീ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ? അവൾക്കത് മനസ്സിലാവത്തില്ല. പിന്നെ നമുക്ക് എന്തിനാ അങ്ങനത്തെ ഒരു ബന്ധം? പോവാൻ പറ അവളോട്. അങ്ങനൊന്നും പറഞ്ഞാൽ അത് പോകുന്ന ബന്ധമല്ല. നീ വിഷമിക്കാതെ. എനിക്ക് അവള് പോയേനല്ലേ, എനിക്ക് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ടാ എനിക്ക് സഹിക്കാൻ വയ്യാതെ. ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. നീ ഒരു കാര്യം ചെയ്യോ? നീ അവളുടെ വീട്ടിൽ പോയി സംസാരിക്കോ? പിന്നെന്താ, നീ ഒന്നും സംസാരിക്കാം. എൻ്റെ പൊന്നല്ലേ. അല്ല, വീട് എവിടാ? വീട് തിരുവാങ്കുളത്ത്. അത് പോവാം, അടുത്തല്ലേ. നീ സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് മനസ്സിലാവും. എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു. ഞാൻ അവളെ ഒന്ന് തന്നെ കണ്ട് സംസാരിക്കാൻ ഇരിക്കുവായിരുന്നു. ഞാൻ പോവാം, പിന്നെന്താ, പോയി സംസാരിക്കാം. വലിയ ഉപകാരമാണ് മുത്തു. അവൾ വന്നു കഴിഞ്ഞാൽ നിനക്ക് എൻ്റെ വാടക എടാ, ആ ദേവസ്യ എങ്ങനെയല്ലേ നമുക്ക് കൈ കുപ്പിയിലാക്കാം. അവൻ വിചാരിച്ച തൽക്കാലം കാര്യം തീരുവെങ്കിൽ അങ്ങ് തീരട്ടെന്നാ പ്രശ്നം. ചാക്കിലാക്കാം. ഞാനുള്ള പണി കൊടുത്ത് അവൻ എന്നോട് കയറുമായിരിക്കും. ചോദിക്കാൻ ഒരു ചോദ്യമല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. ഒന്നും ചോദിക്കേ. എന്തായാലും തിന്നാൻ മേടിച്ച് കൊടുക്കാം, പാവമില്ലേ. തിന്നാനോ കുടിക്കാനോ എന്തേലും ചെയ്യും. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയൊന്ന് സംസാരിച്ചേച്ച് വരാം. നീ അത് കഴിഞ്ഞു. അതായിരിക്കും നല്ലത്. അല്ല, ഞാൻ ഇവിടെ ഇരിക്കും. നീ എങ്ങനെ കണ്ടേ? അല്ല, ഞാൻ നന്നാക്കുമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ളടാ, കയ്യെ കൊണ്ടാ സെപ്റ്റിക്കാവും. ഓടാ അവിടുന്ന്. എൻ്റെ അച്ഛനെക്കാട്ടിലും പ്രായമുള്ളതാ. ഇതിനെ വിൻറ്റേജ് എന്ന് പറയും, വിൻറ്റേജ്. റംസാനിലെ ചന്ദ്രികയോ. അയ്യോ, കുളിച്ചൊക്കെ ഇരിക്കുവാന്നല്ലോ. എന്താ ട്രസ്റ്റ് ചെയ്യാന്നോ? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ. മാമന് പിന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ അല്ലേ? അമ്മ അത് സൈക്കിളിനകത്തിട്ട് കൊട്ടയിട്ട് കളിക്കാം. അല്ല, വെറുതെ എങ്ങനെ വിശ്രമവേളകൾ ഉല്ലാസകരമാക്കണം എന്നാണല്ലോ കൈലോക്കൂല പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മാമന് ആര് പറഞ്ഞു? കൈലോക്കൂലോ ഭയങ്കര എഴുത്തായിരുന്നു. പോലോ കോയിലോ? അതന്നെ. എന്നാലും മാമന് നല്ല ജ്ഞാനം, അതെനിക്ക് മനസ്സിലായി. മാമന് ഇപ്പൊ പണി കുറവല്ലേ? അപ്പൊ അവളില്ലാത്തോണ്ട് എനിക്ക് മാത്രം ആഹാരം ഉണ്ടാക്കിയത് ഒരു 2 നേരത്തെ മതിയല്ലോ. റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തുകൊണ്ട് സുഖം? വിശേഷം ക്ഷീണിച്ചു പോയെന്ന് തോന്നല്ലോ. എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടോ? എനിക്ക് മാമനെ കണ്ട് എന്തോ കാര്യം സാധിക്കാനോ? ഇനി വല്ലാണ്ടിട്ടിട്ട് അങ്ങോട്ടേക്ക് ഐസ് ഒക്കെ ഉണ്ടേ. മാമന് ശോഭനയെ കാണാതെ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നില്ലേ? ബസ്മണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല.
എടാ ആദ്യോ മനസ്സ് നന്നാവണം. നമ്പർ 1 ഉടായ്പായിട്ട് നടന്നാൽ ഇതെന്നെയായിരിക്കും സ്ഥിതി. മാമ എന്നോടാന്നോ അമ്മ ഈ പറയുന്നത്? പിന്നെ എന്നോടല്ലാണ്ട് അടുത്തടുത്ത കണാറിൻ്റെ അടുത്ത് പറയാൻ പറ്റും എനിക്കിപ്പോൾ? ഞാൻ പെരയിലുള്ളത്. പിന്നെ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി തരുന്നു. ഞാൻ ചെയ്ത പാപം ഓരോ വേണ്ടാത്ത ഹമുക്കൊക്കെ ആണല്ലോ ഞാനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണ പറച്ചോനെ. മാമ അങ്ങനെ പറയല്ലേ മാമ. ഇനി കൈ കിട്ടോ? ഈ ഒരു മിസ്സും തീർത്തിട്ട് ഞാൻ എപ്പോഴാണ് പോവുക? അല്ല ഇതൊക്കെ എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ശരിയാവുക? മാമ ഞാനൊരു കാര്യം പറയുന്നേക്കോ മാമ. ശോഭന പോയിട്ട് ഇപ്പം 5-6 ദിവസമായി. നമ്മുടെ വീട് ഉറങ്ങിക്കിടക്കുമല്ലയോ. മാമന് ശമ്പളം തരുന്നവരെ അവളല്ലേ. ഒന്നും മാമനൊന്ന് വിളിച്ച് സംസാരിക്കും. ശോഭനയല്ല ഉർവശിയാണ്. ഞാൻ ചൽക്കാട് പോയിടന്ന് ഇവിടെ അല്ലേ തന്നെ ഇവിടെ ഓരോ കാര്യം ആലോചിച്ചിട്ട് നമുക്ക് ഒരു ഇതും ഇല്ല. എത്തും പിടിയും കേട്ടോ അതൊക്കെ. ഓൻ്റെ ഒരു കയ്യിലിരിപ്പം വെച്ച് നടക്കുക. എൻ്റെ കയ്യിലിരിപ്പം എന്നെ ഇട്ടേച്ച് പോവല്ല വേണ്ടത്. എന്നൊക്കെ ചവിട്ടി പുറത്താക്കണം. പിന്നെ എൻ്റെ കൂടെ ഒരുത്തണ്ടല്ല കണ്ണാടി വെച്ച് കിടക്കണ ഒരു ഭൂതകണ്ണാടി വെച്ച് കിടക്കണ ഒരു നമുക്ക് ഓനോടെ നളിനോ? ഓനെ നളിനി എന്നല്ല, ഓൻ്റെ ഒരു പേര് നളിനോ. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോട്ട് മാമ. അവൻ നമുക്ക് അവനോട് അത് തീർക്കാം. അവൻ വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഇച്ഛ ഇഞ്ഞ എല്ലാം മാമന്റെ മുന്നിൽ വെച്ച് ഇതേ ഓനെ കൊണ്ട് ഇച്ഛ ഇഞ്ഞല്ല ക്രിവ് അരിപ്പിക്കണം ഇങ്ങനെ മുക്കൊണ്ട്. മാമ ഞാൻ പറയുന്ന കേൾക്കും മാമ. ഇല്ല നേരെ നോക്കി ഇനി അങ്ങോട്ട് പോവാൻ നോക്കണോർന്ന്. ഒരു രക്ഷയില്ല. പോയി ഇവിടെ എന്താ ഇവിടെ കണ്ടോണ്ട് നോക്കണേ? പോയിടന്ന് ഒറ്റൊരു ബീരാന്റെ അടുത്ത അല്ല ദേവസിന്റെ അടുത്താണ് കളി. നമ്മളിത് എപ്പോഴാ അത് രണ്ട് പാത്രത്തിലാക്കാന്നാണ് നടക്കുക. അപ്പോഴാണോ അവൻ്റെ ഒരു ഒന്നാക്കല്. മുത്തു നടന്നില്ല. എന്നാ പറ്റി? ഞാൻ പറഞ്ഞിട്ടൊന്നും അയാൾ കേൾക്കുന്നില്ല. ഞാനൊന്ന് സംസാരിച്ചാലോ? അതേ നടക്കത്തുള്ളൂ. നീ ഒന്ന് സംസാരിച്ച് നോക്കണം. നീ സംസാരിച്ചിട്ട് പോലും നടക്കാത്ത കാര്യം ഞാൻ സംസാരിച്ചാൽ എങ്ങനെ നടക്കാനാടാ? ഇവിടെ എങ്ങനെയെങ്കിലും കാര്യം നടക്കണ്ടേ? ഇവളെ നീ ഒന്ന് വിളിച്ചു നോക്കല്ലേ? വിളിച്ചു എടുക്കുന്നില്ലടാ. ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ആണോ? നിനക്കറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ട് അവളെ കെട്ടാൻ കഴിച്ചെന്നറിയോ? നീ ഒക്കെ എന്തെങ്കിലും വാഗ്ദാനം വല്ലതും കൊടുത്തോ? വാഗ്ദാനം ഒന്നുമല്ല, നമുക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. അല്ലാതെ വീട്ടിൽ ആനയുണ്ടെന്നോ തമ്പുരാനാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നുമല്ല. അവളുടെ അടുത്ത് ഞാൻ സിനിമക്കാരനാന്ന് പറഞ്ഞല്ലേ അവളെ കെട്ടിയത്. ഞാൻ ഇവിടെ സിനിമക്കാരൻ. എനിക്ക് അതിന് കഥ എഴുതാനോ ഡയറക്റ്റ് ചെയ്യാനോ ഒന്നും അറിയത്തൊന്നുമില്ലല്ലോ. കഷ്ടമായി പോയല്ലോ. പിന്നെ നളിനില്ലേ, ആ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവന് ഒരു കളിക്കുടുക്ക് നോക്കി കഥ പറയാൻ പോലും അറിയത്തില്ല. എനിക്കത് അവനെ കണ്ടപ്പോൾ തന്നെ അറിയാമായിരുന്നു. എനിക്ക് അവനെ കൊണ്ടെടുത്തോ കൊണ്ടുവിടും. അപ്പോൾ എവിടുന്നേലും ഒക്കെ കട്ടുകൊണ്ടുവരുന്ന കഥകൾ ഇങ്ങനെ അവള് പൊക്കുകയും ചെയ്യും. അവസാനം എനിക്കിട്ട് പണിയും കിട്ടും. നിനക്കറിയോ അവളെ നീയൊക്കെ വിളിക്കുമ്പോ നിന്റെ നമ്പർ എന്തോ സേവ് ചെയ്തേക്കെന്നറിയോ? പറ. നിന്റെ നമ്പര് പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ്. അതാരാ പ്രൊഡ്യൂസർ? പടത്തിന്റെ പ്രൊഡ്യൂസർ. ഓക്കെ. അങ്ങനെ എല്ലാവരുടെയും നമ്പര്. ഇപ്പൊ നാളിന്റെ നമ്പരാണെങ്കിൽ ഞാൻ സത്യനന്ദിക്കാട്. ഇതൊക്കെ പറയണേ. അവളെ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരത്തില്ലേ ഞാൻ ആരാ എന്താന്ന് നോക്കി. ആട്ടെ, നമ്മളിത് എങ്ങനെ പരിഹരിക്കും ഇപ്പോ? അടാ നീ അയാളുടെ സംസാരിച്ച് ചിലപ്പോൾ കാര്യം നടക്കും. കാര്യം എന്താണെന്നറിയോ? അല്ലെങ്കിൽ നമ്മളെല്ലാം വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അയാൾക്ക് അവിടെ താമസിക്കാൻ ഒക്കത്തില്ലെന്നുള്ള ലെവലിൽ വല്ലതും സംസാരിച്ച് നോക്കാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നൻപാ എടാ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഞാൻ എന്തേലും കയറി സംസാരിച്ച് അത് വഷളാവരുത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. 2007 IIക്ക് ആർക്കി റൂർക്കിയുടെ മതില് ചാടിയന് ഊർഗന്മാര് പിടിച്ചത് ആരാ രക്ഷിച്ചത്? നീ ഇത് ഈ തിരുക്കുറൽ പോലെ എപ്പോഴും പറയേണ്ടതെന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. നീ ചെല്ലി, ഞാൻ ഒന്ന് ശരിയാക്കട്ടെ. നീ പോളിയാ. ചന്ദ്രനക്കറിയോ IIT റൂർക്കിയുടെ മതില് ചാടിയത്? നീ പോയേ. നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ആദ്യം. ചെല്ല് അർജന്റാന്നേ. തീരുമാനം ഉണ്ടാക്കി തരാം മൊത്തം. നീ പോടാ.